ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്തിനാണ് രമണി ഞങ്ങള് ജീവിക്കണത്? ഇവനെന്നും പറഞ്ഞ് ജീവിച്ചതാ, അവസാനം ഇവൻ ഞങ്ങളെ ചതിച്ചില്ലേ? കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അതൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്ത് കാര്യം സുലു? മരുമോളെയും മോനെയൊക്കെ അങ്ങോട്ട് സ്വീകരിച്ച് പുതിയതായിട്ട് തുടക്കം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ജീവിക്കുക. അത് തന്നെ. 24 വയസ്സുള്ള പെണ്ണിന്റെ ആലോചന വരെ വന്നിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു വിട്ടാണ് അവസാനം കല്യാണം കഴിച്ച് 42 വയസ്സുള്ള എത്തിനാ. എന്റെ അമ്മയെ വയസ്സ് നോക്കി പ്രേമിക്കാൻ പറ്റുമോ? എനിക്ക് അവളെ ഇഷ്ടായി, അവക്ക് എന്നെ. നീ മുണ്ടരുത്, നിനക്കിവിടെ മുണ്ടാൻ അവകാശമില്ലട്ടാ. നീ ഒന്നും മിണ്ടാതിരിക്കും സുലു. ഇനി അതിയാൻ അറിയുമ്പോ എന്നെ കൊല്ലും. അല്ലെങ്കിൽ പറയും, എപ്പോഴും വിളിക്കുമ്പോ പറയും നീ അവനെ എന്ത് ചെയ്താലും നീ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. എന്റെ ദൈവമേ. രാമചേട്ടനെ എന്റെ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. രാമചേട്ടൻ നാളെ രാവിലെ എത്തുന്നാണ് പറഞ്ഞത്. അയ്യോ, എന്റെ കഥ തീർന്ന്. എടാ, നിന്റെ തള്ള നാളെയും കൂടി ഉള്ളു, കാണണമെങ്കിൽ കണ്ടോടാ. ഒന്ന് പോ സുലു. ചേട്ടൻ വിളിച്ച് രാമചേട്ടനോട് ആദ്യം തന്നെ ഈ കാര്യം അവതരിപ്പിച്ച്. അന്നേരം ആദ്യം ഒന്നും മിണ്ടിയില്ല, പിന്നെ പറഞ്ഞെല്ലാം അവന്റെ ഇഷ്ടമല്ലേ, അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മേ, അച്ഛനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന് അച്ഛൻ പറഞ്ഞ. അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവൂല. കല്യാണം കഴിച്ച് ഇവിടെ അത് എന്നെ തളർത്താക്കിയിട്ട് പോയി. 8 മാസം വരും. അയാൾക്ക് വേറെ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടെന്നാണ് ഈ നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പൊ മോനെ പറ്റി പറയാറായില്ല. അമ്മേ, എന്നെ നീ അമ്മാന്ന് വിളിക്കണ്ടാ. നിന്റെ പ്രായം തന്നെ എനിക്കുള്ളൂ. സുലു, മതി നിർത്ത്. അവൻ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ അവളാ. അപ്പൊ മോഹിനെ നീയും ഇഷ്ടപ്പെടണം. ഞാൻ ചാവണം ഇവൾ ഇഷ്ടപ്പെടണമെങ്കിൽ. മോളെ, ഐശ്വര്യമായിട്ട് പോയിട്ട് ഒരു കട്ടൻ ചായ ഇട്ടുണ്ടാ. എന്റെ അടുക്കളയിൽ കയറിയാലുണ്ടല്ലോ. സുലു, നീ എവിടെ ഇരുന്നേ? മോള് ചെല്ലേ. മോനെ, നീ ഇഞ്ചല്ലേ, വേഷമൊക്കെ മാറും. എന്നാലും എന്നോട് ഇങ്ങനെ കാണിക്കാൻ അവൻ എങ്ങനെ മനസ്സ് വന്നു? നീ 24 വയസ്സിന് താഴെയുള്ള പെൺപിള്ളേരെ നോക്കിയിടുന്നപ്പ അവൻ 42 വയസ്സുള്ള അവളുടെ പുറകെ നടന്നു. കുഴപ്പമില്ല, വൈബിനൊത്ത് മാച്ചായാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നീ പറയണ എന്റെ മോന് വയസ്സന്മാരുടെ വൈബാണെന്നാ? ഇതുവരെയായിട്ട് ഇവക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയല്ല സുലു, ഓരോരുത്തർക്കും ഓരോ വൈബല്ലേ, അതാ പറഞ്ഞത്. ആഹാ, പെട്ടെന്ന് ചായയൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്നല്ലോ. മിടുക്കി തന്നെ. അല്ല, സുലുവിന്റെ അത്രയും വരൂല. ഇന്ന് ചേച്ചി ചായ. മോളെ, എന്നെ ചേച്ചിന്ന് വിളിക്കണ്ട, ആന്റിന്ന് വിളിച്ചാ മതി. അവനും എന്നെ ആന്റി എന്നാണ് വിളിക്കണതേ, അതുപോലെ മോള് ആന്റിന്ന് വിളിച്ചാ മതി. എന്തിന്? ഇവള് നിന്നെ പേര് വിളിച്ചാ മതിയാവും. നിന്നേക്കാ ചിലപ്പോ മൂത്തായിരിക്കും ഇവള്. എന്റെ സുലു, ഇമ്മാതിരി വർത്താനം പറയാൻ നിനക്ക് എങ്ങനെ തോന്നണ്? പിന്നെ ഞാൻ എന്താടി പറയേണ്ടത്? മുതുക്കിളവിനെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കാൻ എന്റെ മോൻ. നിന്റെ മോനാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ നീ സമ്മതിക്കോ? സമ്മതിക്കോ? പിന്നെ എന്റെ മോനെ ഞാൻ അങ്ങനെ ഒന്നല്ല വളർത്തിയേക്കണത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, എന്റെ മോൻ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നല്ല അവസ്ഥ ആലോചിച്ചിട്ട് എന്ത് തോന്നി? വല്ലാത്ത അവസ്ഥ തന്നെ ഇരിക്കും അല്ലേ സുലു? ഹായ്, അടിപൊളി കട്ടൻ ചായ. അത് ഞാൻ ഒരിക്കലും പറയൂല, കാരണം സുലുവിന്റെ ഒരു ഏലക്ക ചായ ഉണ്ട്. ഓ, അതെന്തൊരു ടേസ്റ്റാ. ഓഹോ. ഇനിയിപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, പുതിയ ജീവിതവും തുടങ്ങും. അപ്പ പഴയതൊക്കെ മറക്കുക, എന്നിട്ട് ഈ വീടിനോടൊക്കെ പൊരുത്തപ്പെട്ട് പോവാൻ ശ്രമിക്ക. പിന്നെ പിള്ളേരെയൊക്കെ കാണണമെങ്കിലൊക്കെ ഇടക്ക് പോയി കാണാല്ല. അങ്ങനെ പോവാനായിട്ട് സുലു സമ്മതിക്കൂന്ന് എനിക്ക് തോന്നണില്ലട്ടാ. എല്ലാവരും ഉപേക്ഷിച്ചിട്ടാണ് ആന്റി ഞാനിങ്ങോട്ട് പോകുന്നത്. അതെന്തായാലും നന്നായി. ഇനിയിപ്പൊ ഇവരായിട്ടൊക്കെ ജീവിച്ച് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോ ഇവിടെയൊക്കെ ഓടി നടക്കണം. അത്രയും പിള്ളേരായ അത്രയും നല്ലതല്ലേ?
അത് വേണ്ട, അടുത്ത് തന്നെ പെട്ടെന്ന് പിള്ളേരുണ്ടായാ ചിലപ്പോ സുലൂന് ഇഷ്ടപ്പെടൂലായിരിക്കും കേട്ടോ. അല്ല, ശരിക്കും എത്ര കുട്ടികളുണ്ട്? 3 4? നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലടി? അല്ല, ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചതാണ്. അല്ല, അപ്പൊ പഴയ കെട്ടിയോന്റെ വീട് അതെവിടെയായിരുന്നു? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടാ? അത് കാട്ടാക്കടയില്. കാട്ടാക്കടേ? അത് നമുക്കറിയുന്ന സ്ഥലമുള്ള. കാട്ടാക്കട എവിടാ? കാട്ടാക്കട എവിടെയാണെന്ന് എനിക്കറിയണോടി? അല്ല, എനിക്കറിയണ്ട. കാട്ടാക്കട എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത സ്ഥലമാണ്, എനിക്കറിയണ്ട. എന്നാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ അമ്മേ. അമ്മേ? ആരുടെ അമ്മ? നീ എന്നെ അമ്മ കുമ്മാന്നൊന്നും വിളിക്കണ്ട. പിന്നെ എന്ത് വിളിക്കണം? തള്ളേന്ന് വിളിച്ചാ മതിയോ? ആഹാ, വേണ്ട വേണ്ട നോക്കുമ്പോ തലേക്കറി നിരങ്ങാൻ നോക്കണ. നിങ്ങക്ക് എന്നാ ശരിക്കും അറിഞ്ഞൂടതല്ലേ മോളെ? പിന്നെ നിങ്ങളോടായിട്ടൊരു കാര്യം, കൊറേ നേരമായില്ല ആക്കണ്ട ഇതിൽ ഓരോരോ ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾ ഇവരിട്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാൻ ക്ഷമിക്കാണ്. കുട്ടിയുമല്ല, നല്ല വർത്താനം പറയാ അറിയാ. ഇവക്ക് പറ്റിയ സാധനം തന്നെ. മര്യാദക്കാണെങ്കിൽ നമുക്ക് 2 പേർക്ക് ഇവിടെ ഒന്നിച്ച് ജീവിച്ചു പോവാം. മൂഷിക്കത്തര എടുക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നതല്ലേ. മോഹു വരുന്നേട്ടാ. പട്ടേ സൊലോ, നമ്മള് വിചാരിക്കുന്ന പോലെ അല്ലട്ടാ അവള്. മുറ്റ സാധനമാണ്. അതുകൊണ്ട് നീയൊന്ന് സൂക്ഷിച്ചോ. വെറുതെ കയ്യാങ്കളിക്കൊന്നും നിക്കണ്ട, അവസാനം ഭാര്യ കൂട്ടണ്ട വരും. ഓ വാട്ടെ ചായ. ഓ പാവം, ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ലടി. എന്നാലും ആ പെണ്ണിന്റെയും കൊച്ചുങ്ങളുടെയൊക്കെ വിധി ഇതായിപ്പോയല്ല. എങ്ങനെ ജീവിച്ചിരുന്നോരാ? ഇതാണ്, ഇത്ര ഉള്ളൂ മനുഷ്യന്മാരുടെയൊക്കെ കാര്യം. ആ പെണ്ണ് ഒളിച്ചോടി വന്നല്ലേ, അതുകൊണ്ട് തന്നെ മരിച്ചെന്ന് അറിഞ്ഞിട്ട് പോലും ആ ഭർത്താവിൻ്റെ വീട്ടുകാരാ പെണ്ണിൻ്റെ വീട്ടുകാരോ ഒന്നും വന്നില്ല. വല്ലാത്ത കഷ്ടം. ഇനി ആ പെണ്ണ് എന്ത് ചെയ്ത് ജീവിക്കും തമ്പുരാനെ? ചെറുതിലെ ഒളിച്ചോടി വന്നോണ്ട് പഠിച്ചിട്ടും ഉണ്ടാവൂലേ. എന്തൊക്കെ പറഞ്ഞാലേ അവന് ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിരുന്നു. അപ്പം അതിൻ്റെ പൈസ കിട്ടും. അപ്പോൾ അവർക്ക് എന്തായാലും ഒരു അല്ലല്ലാതെ ജീവിക്കാൻ പറ്റും. അതെന്താണ് ഈ ടേം ഇൻഷുറൻസ്? എടി, ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് മരണപ്പെട്ടാൽ, അതായത് എടുത്ത ആൾ മരണപ്പെട്ടാൽ 2 കോടി രൂപ പോലുള്ള വലിയ തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടും. ഓ, അത്രയും വലിയ തുകയൊക്കെ കിട്ടണമെങ്കിൽ മാസം മാസം ഒരുപാട് പൈസയൊക്കെ അടക്കേണ്ടി വരൂലേ? ഇല്ലില്ല, മാസം 400-500 രൂപ മുതൽക്കുള്ള പ്രീമിയം പ്ലാനുകളുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതാ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്കതിൽ നിന്ന് ഇന്ത്യയിലെ ലീഡിങ് കമ്പനികളൊക്കെ നോക്കി നമുക്കിഷ്ടമുള്ളൊരു ടേം ഇൻഷുറൻസ് പോളിസി എടുത്ത് വെക്കാൻ പറ്റും. ഇപ്പം എടുക്കണേ 15% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ആഹാ, ഇതപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുമോ? പിന്നല്ലാതെ എൻ്റെ മാമൻ്റെ മോനൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം പ്രവാസികൾക്കാണെങ്കിലേ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാൾ 30-50% ചിലവ് കുറവിൽ ഇപ്പം നാട്ടിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാന്നേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഫാമിലി ഗ്രൂപ്പിലോട്ടൊക്കെ ഇടാം, എല്ലാവരും എടുക്കട്ടെ. നല്ല കാര്യമല്ലേ? അതന്നെ. അല്ല, ഞാൻ ചോദിക്കാൻ മറന്ന്, നിന്റെ മരുമോൾ എങ്ങനെയുണ്ട്? മരുമോളാ? ഞാൻ മരുമോളായിട്ട് ഇതുവരെ അവളെ കണ്ടിട്ടില്ല, ഇനി കാണേയില്ല. എന്തായാലും നിന്റെ മോനെ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നില്ലേ, അപ്പം നീ ഇനി അവളെ മരുമോളായിട്ട് കണക്കാക്കണം. അങ്ങനെ കാണണമെങ്കിൽ ഞാൻ ചാവണം. വീട്ടിൽ പുതിയൊരു വേലക്കാരി വന്നായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. എടി മരമണ്ടി, നീ അവളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നിന്റെ മോൻ അവളുടെ ഭാഗത്ത് വെക്കും. നീ അവളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിന്റെ മോൻ നിന്റെ ഭാഗത്ത് വെക്കും. എടി രമണി, അവളെ സ്നേഹിച്ച് തഞ്ചത്തിലൊക്കെ നിന്നിട്ട് എനിക്ക് എൻ്റെ മോൻ്റെ സ്നേഹം വേണ്ട. ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാൻ അവളെ മരുമോളായിട്ട് അംഗീകരിക്കൂല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എല്ലാം നിന്റെ ഇഷ്ടം. നിന്റെ മരുമോള് നിന്നെക്കാത്ത് പുറത്ത് തന്നെ ഉണ്ടല്ല. സുലുവേ, നിന്റെ മരുമോളുടെ ലുക്ക് ഇങ്ങോട്ടല്ലല്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അയ്യോ, എന്താണ്? ആരടി അവൻ? ആരാണ് ഇത്? കൊറിയറും കൊണ്ട് വന്നതാ. അയ്യോ, ഇത്രക്ക് ശൃംഗരിക്കാൻ മാത്രം നേരത്തെ നീ ഇവനറിയോ? അത് ഇപ്പൊ ഒന്ന് പരിചയപ്പെട്ടതാ. പിന്നെ എൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോ ചുമ്മാ വർത്താനം പറഞ്ഞതാ. ഏത് കാട്ടാക്കടയിലുള്ളതാ? നീ മിണ്ടാതിരുന്നു രമണി. ജോസഫേ, നീ പൊയ്ക്കോ. ഇനി കൊറിയർ ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് തന്നാ മതിയേ.
ആ ഇവളെ ഒരു നടക്കുമോണ ലക്ഷണമില്ല സുലു. ഞാൻ ഇന്ന് ഇവളെ കൊല്ലും. അയ്യോ, കൊലക്കുറ്റത്തിന് സാക്ഷി പറയേണ്ടി വരുമോ? എടി എടി എന്താണ് നീ കുടുംബത്തിന്റെ അഭിമാനം കപ്പലേറ്റാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കാനാടി? അതിന് ഞാൻ എന്താ ചെയ്തത്? ഒരു കൊറിയർ മേടിക്കണത് ഇത്ര അപമാനമാണോ ഇവിടെ? അയ്യോ, ഇതുപോലെ ആടിക്കൊഴഞ്ഞ് കൊറിയർ മേടിക്കാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് അപമാനം തന്നെയാണ്. എൻ്റെ നാട്ടുകാരനെ കണ്ടപ്പോ ഞാൻ ഇത്തിരി നേരം ഒന്ന് സംസാരിച്ച്. അതിനിപ്പോ എന്താ തെറ്റ്? നാണോ മാനമില്ലാത്തവരടക്കം പറഞ്ഞിട്ട് എന്ത് കാര്യം? അതെ, എനിക്ക് നാണോ മാനം ഇത്തിരി കുറവാണ്. അതിന് നിനക്ക് എന്താണ്? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തല്ലുപിടിക്കാതിരിക്കും. നാട്ടുകാരൊക്കെ നോക്കി പോണത് കണ്ടില്ലേ? എന്റെ പൊന്നെ ചീത്തള്ളക്ക് പ്രാന്താണ്. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന അന്ന് തുടങ്ങി എന്നോട് പോലെടുക്കാൻ തുടങ്ങിയതാണ്. ഒരു സമയം പോലും എന്നെ വെറുതെ ഇരുത്തൂല, മുഴുവൻ പണിയെടുപ്പിക്കും. ചേട്ടനൊപ്പം ഇരിക്കാൻ സമ്മതിക്കൂല. മുറി കയറി അപ്പം തുടങ്ങി കൊട്ടാൻ തുടങ്ങും. ഒരു സിനിമ പോലും പോവൂല, കാരണം തള്ള വിടൂല. സിനിമക്ക് പോയി കഴിഞ്ഞാൽ തള്ളക്ക് ഇഷ്ടപ്പെടൂല. യോ, അവൻ്റെ അപ്പം സിനിമക്ക് പോയാലും മതി. ആൾക്കാർ പറയും ദേ അമ്മേമോനും പോണെന്ന്. ദേ മര്യാദക്ക് എന്നോട് സംസാരിച്ചു, ഇല്ലെങ്കിൽ ചിലപ്പോ എന്റെ കൈ നിങ്ങളുടെ മോന്തൊക്കെ ഇരിക്കും. ആഹാ, അത്രക്കായി നീ. എന്നാ നീ എന്നിപ്പൊ തല്ലടി, ബാക്കി അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ആ എന്റെ സുലു, നീയെങ്കിലും ഒന്ന് പൊടിക്കൊതുങ്ങ്. കൂട്ടുകാരിയല്ലേ തള്ളടാ, ഒന്ന് നല്ല കാര്യമൊക്കെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്ക് തള്ളക്ക്. എന്റെ സുലു, ഇപ്പോഴത്തെ പെൺപിള്ളേരോടും തല്ലുടിക്കാതിരിക്കണാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ല കേട്ടാ. എന്നിവിളി വീട്ടിലോട്ട് കയറിയൊന്നു അന്നോടിക്ക് എന്റെ മനസ്സമാധാനം പോയി. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ 8 മാസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. ഇനി അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനൊക്കെ സമയമായി. ആ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ മരുമോക്ക് വിശേഷമുണ്ട് കേട്ടാ. ആണോ? ഓ സന്തോഷം. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വന്നപ്പോൾ കൊച്ചിൻ്റെ മോറൊക്കെ വെളുവെളുന്നിരിക്കണ്. ഞാൻ വിചാരിച്ചിന് അവര് വല്ലതും തല്ലുപിടിച്ചിട്ടേ വല്ല സംസാരം ഉണ്ടായി വിഷമിച്ച് കരഞ്ഞിരിക്കുകയായിരിക്കും എന്നാ വിചാരിച്ചത്. വിശേഷത്തിൻ്റെ ആയിരുന്നല്ലേ? അവര് തമ്മിൽ അങ്ങനെ തല്ലുപിടിക്കാറൊന്നുമില്ല. 2-3 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളു. അപ്പൊ നല്ലോണം മനസ്സിലാക്കാൻ പറ്റണ്ടെന്ന് തോന്നണം. ഇതുവരെ അവര് തല്ലുപിടിക്കണം ഞാൻ കണ്ടിട്ടില്ല. അത് ശരിയാ, അധികം പ്രായ വ്യത്യാസം ഇല്ലാതിരിക്കണതന്നെ നല്ലത്. അപ്പൊ അവർക്ക് അവരുടെ മനസ്സും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ 10-16 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. എന്നും തല്ലുടിയാണ്. കല്യാണം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി തല്ലുടിയാണ്. ആദ്യമൊക്കെ ഞാൻ പോയി നോക്കുമായിരുന്നു എന്താണ് പ്രശ്നമൊന്നും. വല്ല പണ്ടാറ് തല്ലുടിച്ച് ചത്താല് ഞാൻ തന്നെ കുടുങ്ങൂലേ. പക്ഷെ ഇപ്പം ഞാൻ പോയി നോക്കാറില്ല. അവൻ തന്നെ കൊണ്ടുവന്നല്ലേ അനുഭവിക്കാൻ വേണ്ടി. അവൻ അനുഭവിക്കട്ടെ, അത് തന്നെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ആരാണത്? ആരാണെന്ന് പറയാമോ? നാത്തൂനെ വേഷം കെട്ടില്ലേ, ഇങ്ങോട്ട് വന്നേ. എൻ്റെ പൊന്ന് നാത്തൂനെ, ഞാൻ നാത്തൂനോട് പറഞ്ഞിട്ടില്ലേ ഒറ്റക്ക് മുകളിലോട്ട് പോരുതെന്ന്. നിറച്ച് പായലുള്ള സ്ഥലമാണ്. തെന്നിയെങ്ങാനും മോന്തടിച്ച് വീണാൽ ഞാൻ തന്നെ നോക്കണ്ട വരും. വേറെ ആരും നോക്കാൻ വരൂലേ? എന്നോട് മോഹിനിയാണ് പറഞ്ഞത് മോളിൽ കൂടെ പ്ലെയിൻ പോണ്ടെന്ന്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് പ്ലെയിൻ ഒന്നും പോയില്ല, ഒരു കാക്ക പോയി. സുലേ, അവളെ കൊറിയറുകാരനോട് ശൃംഗരിക്കാൻ വേണ്ടി നാത്തൂനെ മുകളിലോട്ട് പറഞ്ഞു വിട്ടാന്ന് തോന്നുന്നു. എനിക്കും തോന്നി. തോണിയാ? എവിടെ എവിടെ? എൻ്റെ പൊന്ന് നാത്തൂനെ ഒന്നോ അകത്ത് പോയിരിക്കും ചെല്ല്. അച്ചാച്ച സുലു, ഈ നാത്തൂൻ കുളിക്കാറില്ലേ? എപ്പോഴും ഒരു വേഷം തന്നെയാണല്ലോ ഇടാറ്. ഉടുപ്പ് മാത്രമേ ഇടുള്ളൂ. ഞാൻ കുളിക്കാൻ കയറുമ്പോൾ തിരുമ്മും, എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കണ വരെയും ബാത്റൂമിൽ നിൽക്കും. എപ്പോഴും ആ ഉടുപ്പിനോട് ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ് പുള്ളിക്കാരിക്ക്. കല്യാണം കഴിച്ച ആദ്യം എങ്ങാണ്ടും ഭർത്താവ് മേടിച്ചു കൊടുത്താണ്. അയാൾ ഉപേക്ഷിച്ച് പോയി വേറെ കെട്ടിയൊക്കെ ചെയ്ത്. പുള്ളിക്കാരിക്ക് ഇപ്പോഴും ആ ഉടുപ്പിനോട് വല്ലാത്ത പ്രിയമാണ്. ആണല്ലേ? പാവം. കഴിച്ച് രാവിലെ കഴിച്ച് പുട്ടും പഴം വരുന്നു. എന്നാ ഞാനൊരു സാധനം തരട്ടെ, മേടിക്കോ? അതിനെന്താ നാത്തൂന് എന്ത് തന്നാലും ഞാൻ 2 ഇന്നിട്ട് സ്വീകരിക്കൂലേ? തന്നോ? തരട്ടെ? തന്നോന്നേ. അയ്യോ, ഇഷ്ടപ്പെട്ടോ? ഓ, ഇന്ന് മരുന്ന് കഴിക്കാൻ മറന്നു എന്നാ തോന്നണേട്ടാ. നാത്തൂനെ ആത്തോട്ട് പോയേ. ഞാൻ പോയിക്കോളാം. അതിന് മുന്നേ എനിക്ക് രമണി ദീദിയോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്, സ്വകാര്യം. വേണ്ട വേണ്ട, എനിക്ക് കേൾക്കണ്ട. സ്വകാര്യം പറയാനൊന്നും പറഞ്ഞിട്ട് വന്നിട്ട് എന്റെ ചെവി കടിച്ചെടുക്കാനല്ലേ? എന്നാ ഞാൻ ഉറക്കെ പറയാം. പറഞ്ഞോ. എല്ലാരും കേക്കും, നാണക്കേടാകും. ഒരു നാണക്കേടില്ല. നാത്തൂൻ പറഞ്ഞോ. മുझे तुमसे प्यार है. പയറല്ല, കടലപ്പരിപ്പ്. ഇറങ്ങിപ്പോടി, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നീ ഇവിടെ വന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നാ ഞാൻ പോണു സുലു. നീ ഇവിടെ നിക്കടി. നാത്തൂനെ അകത്തോട്ട് പോയേ. അച്ചാച്ച
ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ നാത്തൂന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നണം അല്ലേ? അത് ഇടക്കിടക്ക് ഇങ്ങനെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കണടി. നീ അതൊന്നും കാര്യമാക്കണ്ട. നിന്നെന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. ആ അതെനിക്ക് മനസ്സിലായി. എന്നാ ഞാൻ പോട്ടെ സുലു. ആ ചെല്ല്. സുലു, ഞാൻ കേട്ടത് നേരാണോടി? നേരാണ്. അവള് പോയടി. ഞാൻ മരുമോളായിട്ട് അവൾ അംഗീകരിച്ച് വരികയായിരുന്നു. ആരോടൊപ്പാണ് പോയത്? അന്ന് ഇവിടെ കൊറിയറും കൊണ്ട് വന്നു നിന്നാ ജോസഫിന്റെ പോണാ? അല്ല. അപ്പൊ പിന്നെ പഴങ്ങളൊക്കെ വിൽക്കാൻ വന്ന ആ അബൂബക്കറിന്റെ പോണാ? എനിക്ക് തോന്നിയായിരുന്നു. ഒരു ദിവസം ഞാൻ പോന്നപ്പോൾ അയാളുടെ വഴിയിൽ അയാളുടെ ഒപ്പം നിന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് പറഞ്ഞത് ഒരു പ്രശ്നമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് മിണ്ടാഞ്ഞത്. അയാളുടെ ഒപ്പം അല്ല. മനസ്സിലായി. പാല് കൊണ്ട് തന്നെ ആ കൃഷ്ണന്റെ ഒപ്പം ഇരിക്കും അല്ലേ? അയ്യോ അതുമല്ലടി, ദുബായ് ബേബി മോളുടെ ഭർത്താവിന്റെ ഒപ്പം. ദൈവമേ, അവളുടെ ഭർത്താവിന്റെ ഒപ്പോ? അന്ന് എനിക്കറിയായിരുന്നു അവൾ വേലി ചാടി വന്നതല്ലേ ഇവനെ ഉപേക്ഷിച്ച് പോവൂന്ന്. പിന്നെ മാസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ അവള് ഇവനെ ഉപേക്ഷിച്ച് പോവൂലെന്ന്. പിന്നെ നീ ഉപദേശിച്ചില്ലേ അവളെ മരുമോളായിട്ട് കാണുക സ്നേഹിക്കുന്നൊക്കെ. അപ്പൊ ഞാൻ മാറാന്ന് വിചാരിച്ചിരിക്കുന്നു. സോറി അമ്മേ, സോറി. ഞാൻ അമ്മനെ ധിക്കരിച്ച് ചെയ്തു ഓരോ കാര്യങ്ങള്. അതിന് ദൈവം എനിക്ക് തന്നതാണ്. അവളെ ഞാൻ വിശ്വസിച്ചു, പക്ഷെ അവളെ എന്നെ ചതിച്ച്. കരയാതെ മോനെ, വരാനുള്ളത് വഴി തങ്ങൂലല്ല. നീ അകത്തോട്ട് പോ ചെല്ല്. എന്നാലേ അവൾ ഒളിച്ചോടി പോയിന്ന് സൗദാമിനി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പേ എൻ്റെ കയ്യും കാലും വിറച്ചു പോയി. എനിക്ക് ഓടാനും കൂടി പറ്റണ്ടായിരുന്നില്ല നമ്മുടെ റോട്ടിൽ കൂടെ. ഒരു കണക്കിന് നോക്കിയാലേ അവൾ പോയത് എന്തുകൊണ്ട് നല്ലതാണ്. ഒന്നില്ലെങ്കിൽ എൻ്റെ മുന്നിൽ സമാധാനമെങ്കിലും കിട്ടുമല്ലോ ഇനി. പക്ഷെ അവൾ പോയത് ദുബായ് ബേബി മോളുടെ ഭർത്താവിൻ്റെ ഒപ്പം അല്ലേ? ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നാവോ? അവൾ അറിഞ്ഞാ അവിടെ അടുത്ത ഫ്ലൈറ്റ് വിളിച്ച് അവൾ ഇങ്ങോട്ട് പോരും. അയ്യോ, ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ലടി. അവളുടെ സ്വഭാവം നിനക്കറിയണല്ലേ അല്ലേ? ശരിക്കും അറിയാം. ഇനി അവൾ നാട്ടിലോട്ട് എത്തണതിന് മുന്നേ എൻ്റെ മോൻ്റെ 2ാം കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ അവൾ നടത്തിക്കൂല. ഇനി എന്തായാലും അവൻ്റെ 2ാം കല്യാണം അല്ലേ? നീ കുറച്ച് ഡിമാൻഡൊക്കെ ഒന്ന് കുറക്കണോട്ടാ. ഡിമാൻഡ് കുറക്കാനാ ഞാനാ? ഹലോ, കുടുംബം നോക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ ബാക്കി കുടുംബത്തിലുള്ളവർ വേറൊരാൾക്കാരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരാതിരിക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. 15% വരെ ഡിസ്കൗണ്ടോടുകൂടി ഇപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ.